നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമ്മുടെ ദുഃഖകരമായ ഒരു വാർത്ത, 2-3 സംഭവങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇറങ്ങിയറിയായിരുന്നു. നമ്മുടെ വിയറ്റ്നാമിൽ വെച്ച് വിനോദസഞ്ചാരത്തിന് പോയതിനിടെ ബോട്ട് മറിഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ട ഒരു ദമ്പതികൾ. അപ്പോൾ അവർ കൊട്ടാരക്കരക്കാരാണ്. ഒരു ബോഡി കൊട്ടാരക്കരയിലേക്ക് എത്തിച്ചു. നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അറിയിപ്പൊക്കെ ഉണ്ടായിരുന്നത് ഏത് സമയം എത്തും എന്നൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നുകൊണ്ടിരുന്നു. കാരണം ഏത് സമയത്താണ് തിരുവനന്തപുരത്ത് വരിക, കൊട്ടാരക്കരയിൽ കൊണ്ടുപോകും. നമ്മുടെ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥാണ് ചെന്ന് സ്വീകരിച്ചതും. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണല്ലോ കൊട്ടാരക്കരയൊക്കെ അടുത്തല്ലേ, കൊല്ലം ജില്ല. അദ്ദേഹം കുണ്ടറയിൽ നിന്നാണ് ജയിച്ചതെങ്കിലും കൊട്ടാരക്കര ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൂടിയാണ്. അപ്പോൾ അത് മന്ത്രി പോയി സ്വീകരിച്ചു, സംസ്ഥാനത്തിൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. അത് വേണം, അത്രയെങ്കിലും അവർക്കൊരു അങ്ങനെ ഒരു യാത്ര ഇപ്പോൾ അവർക്ക് കൊടുക്കണം. പക്ഷേ അതിനൊപ്പം നമ്മുടെ ഒരു നാടിൻ്റെ മൊത്തം പ്രതീക്ഷ, അവൾ പഠിച്ച് ജയിച്ചു വന്നെങ്കിൽ അവൾ ആ നാടിൻ്റെ ഡോക്ടറായി മാറിയത് സാവരിയ ബസന്ത്, ഹരിപ്പാടുകാരി. സാവരിയും കൊല്ലപ്പെട്ടതാണ്, ആത്മഹത്യയല്ല. ഒരു മലയാളിയാണ്, ഒരു വിദ്യാർത്ഥിനിയാണ്. ഇവിടെ നിന്നും +2 വരെ പഠിച്ച് അവൾ MBBS എടുക്കാൻ വേണ്ടി കുറ്റം പറയാൻ പറ്റില്ല. അവൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി ചേർന്നു. പക്ഷെ അവിടെ വെച്ച് ഒരു മതവെറിയൻ്റെ ആക്രമണത്തിൽ അവൾ കൊല്ലപ്പെട്ടു. അവനവിടെ കസ്റ്റഡിയിലാണെന്ന് പറയുന്നു, നമുക്കറിയില്ല. പക്ഷേ ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്തു. ക്രൂരമായ കൊലപാതകമായിരുന്നു, മർദ്ദനം നടന്നിട്ടുണ്ടെന്ന് റീപോസ്റ്റ്മോർട്ടം വ്യക്തമാണ്. ഇവിടെ കേരള പോലീസ് FIR എടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവരാരും ഈ കൊട്ടാരക്കരയിലെ ദമ്പതികളോട് കാണിച്ച ആ ഒരു ആദരവ് ഈ കുട്ടിയോട് കാണിച്ചു? എനിക്ക് സംശയമുണ്ട്, അല്ലേ? അവിടെ ചെല്ലാൻ പോലും നമ്മുടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചെന്നിരുന്നു. അദ്ദേഹം അവിടെ ചെന്ന് അതെനിക്കൊന്ന് അദ്ദേഹമാണ് ആദ്യം ഇവിടെ ചെന്നത്, അല്ലേ? പിന്നീട് V മുരളീധരൻ MLA പോയിരുന്നു. അതും ഈ 2 ദിവസം മുമ്പാണ്. ഇത് 1.5 ആഴ്ച ഈ സംഭവം നടന്നിട്ട്. മറ്റാരെങ്കിലും നമ്മുടെ ഹരിപ്പാടിൻ്റെ ആഭ്യന്തരമന്ത്രി, ഹരിപ്പാട് MLA ആയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വെള്ളാപ്പള്ളി നടേശൻ ചെല്ലുന്നതിന് മുമ്പ് ആ വീട്ടിൽ പോയിരുന്നു. അത്രമാത്രമേ ഉള്ളൂ, അല്ലേ? ഒരു MLA എന്നുള്ള നിലയ്ക്ക് അവിടെ ചെന്നു എന്ന് വരുത്തി, അത്രയേ ഉള്ളൂ. കാരണം ആ കുട്ടിക്ക് അവസാനമായൊരു ആദരവെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു, അല്ലേ? ഇതൊരു വിവാദമാക്കാനല്ല. കാരണം ചെയ്യുമ്പോഴെല്ലാം പ്രോട്ടോകോൾ വേണം. സെക്രട്ടറിയിലെ പ്രോട്ടോകോൾ ഓഫീസർ ഉണ്ടല്ലോ, ഒരു പ്രോട്ടോകോൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? VVIP വരുമ്പോൾ അതിനൊരു പ്രോട്ടോക്കോളുണ്ട്. അതേപോലെ തന്നെ VVIPയിലും VIPയിലും പ്രോട്ടോക്കോളുണ്ട്. പിന്നെ നോർക്ക വഴി ഒരു മലയാളിയുടെ മൃതദേഹം വരുമ്പോൾ അതിന് ഒന്ന് ബഹുമാനിക്കാൻ, ആദരിക്കാൻ, ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആരെങ്കിലും വിമാനത്താവളത്തിൽ ഉണ്ടാകണമായിരുന്നു. പക്ഷേ മറ്റൊരു തരത്തിൽ കേന്ദ്രം ഇടപെട്ടിട്ടുണ്ടല്ലോ വിഷയത്തിൽ. അത് എങ്ങനെയാണത്? അതായത് ഈ സാവരിയയുടെ മരണത്തിൽ ഇപ്പോൾ നമുക്കാർക്കും സംശയമൊന്നുമില്ല. എങ്ങനെയാണ് മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. കുറ്റവാളി പിടിയിലായിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ ശേഖരിച്ച് അയാൾക്ക് ഉചിതമായ ശിക്ഷ ഉസ്ബെക്കിസ്ഥാനിൽ നടന്നതുകൊണ്ട് അവിടുത്തെ പോലീസാണ് കേസ് അന്വേഷിച്ച്, അവിടെ കോടതിയുണ്ടല്ലോ, അവിടുത്തെ കോടതിയിൽ ഇത് കൊടുക്കണം. ഇനി അവിടുന്ന് ഇയാൾ രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ, അവിടെ ഈ പറഞ്ഞ പോലെ അറസ്റ്റിലായില്ല, അല്ലെങ്കിൽ അവിടുന്ന് എങ്ങനെയെങ്കിലും ജയിൽ മോചിതനായിട്ട് നാട്ടിലെത്തിയാൽ ഇവിടെ പോലീസ് FIR ഇങ്ങോട്ട് വരാനേ പറ്റുള്ളൂ. ഇവിടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാം, വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ കേസ് അങ്ങനെയൊന്നും പോയാൽ പോരാ. ഇതിൻ്റെ പുറകിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഇത് കേവലം ഒരു സാവരിയ ബസന്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. സാവരിയ ബസന്ത് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതിനേക്കാളും എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇപ്പോൾ സാവരിയയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഈ പയ്യൻ സ്നേഹം നടിച്ച്, പ്രണയം നടിച്ച് സാവരിയെ വലയിലാക്കുകയും മതം മാറാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ്. മതം മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ശാരീരിക പീഡനം ഏൽപ്പിക്കുകയും അങ്ങനെ ഈ കുട്ടി 2 ദിവസം നിരന്തരമായ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ കുട്ടിയുടെ ബോഡി ഇവിടെ എത്തിച്ചതിന് ശേഷം അവർ പോലീസിന് കേസ് കൊടുക്കുകയും റീപോസ്റ്റ്മോർട്ടം ചെയ്യിക്കുകയും ചെയ്തു. ആ റീപോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ
ഇത് എംബാം ചെയ്താണ് മൃതദേഹം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എംബാം ചെയ്യുമ്പോൾ വയറ്റിലെ ഈ കുടലും മറ്റ് ആന്തരിക അവയവങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് ബോഡി ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ തെളിവുകൾ, ആന്തരിക രാസപരിശോധനാ ഫലമൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് തന്നെ അതൊക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ അവിടുത്തെ പോലീസ് അതെല്ലാം ചെയ്തിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ ബന്ധുക്കൾ. അവിടെ 20 ദിവസം കഴിഞ്ഞേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുള്ളൂ. എന്തായാലും ഈ പ്രതി സദറുൽ അനം, അയാൾ കസ്റ്റഡിയിലാണ്. പെരിന്തൽമണ്ണ സ്വദേശിയാണ്. അയാളുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ പയ്യൻ, ഈ സദറുൽ അനത്തിൻ്റെ മാതാവ്, അവരുടെ പേര് അറിയില്ല, അവരും ഈ പെൺകുട്ടിയെ നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നു, ഇതിനോട് മതം മാറാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ സഹപാഠികൾ പങ്കുവച്ചതായിട്ട് ബന്ധുക്കൾ പറയുന്നു. മാതാവും പിതാവും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. മാതാവ് ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ മാതൃക അധ്യാപികയാണ്. മാതൃക അത് എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉസ്ബെക്കിസ്ഥാൻ പോലീസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുമോ, ഈ ബന്ധുക്കൾക്ക് നീതി കിട്ടുമോ എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അതൊരു മുസ്ലിം രാഷ്ട്രമാണ്. ശരീഅത്ത് പോലെയുള്ള നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് മണി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് രക്ഷപ്പെടാം. പക്ഷെ അതിന് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ കൂടി അത് അംഗീകരിക്കണം. അങ്ങനെയാണ് ഈ ബ്ലഡ് മണി. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ് അങ്ങനെ ഒരു സംവിധാനമുള്ളത്. അത് തന്നെ എല്ലായിടത്തും ഇല്ല. കുട്ടി നമ്മുടെ ഇന്ത്യൻ പൗരയാണ്. അല്ല, ഇപ്പോൾ ഗൾഫിൽ വെച്ച് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു, മറ്റൊരു ഇന്ത്യക്കാരൻ പ്രതിയായി ഇരിക്കട്ടെ. അവിടെ ഈ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരൻ്റെ ബന്ധുക്കൾ ഈ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് ഇയാൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ അവിടുത്തെ നിയമം അനുസരിച്ച് അത് ശരിയാണ്. അങ്ങനത്തെ സംഭവങ്ങൾ നമുക്കറിയാം, ഏത് മതവിശ്വാസിയായാലും. പക്ഷെ ഉസ്ബെക്കിസ്ഥാനിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല. ഒരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു നിയമം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഉസ്ബെക്കിസ്ഥാനിൽ ഈ കൊലയാളിയായ യുവാവിൻ്റെ മാതാപിതാക്കൾ അവിടെ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കേസ് അട്ടിമറിക്കാൻ തന്നെയാണ്. മാത്രമല്ല, സാവരിയയുടെ ബന്ധു അവിടെ ചെന്നപ്പോൾ, അതായത് അമ്മയുടെ അനുജത്തിയുടെ ഭർത്താവ് മൃതദേഹം ഏറ്റുവാങ്ങാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രാദേശിക ബന്ധമുള്ള ആൾക്കാർ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചത് ഈ കേസ് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്തൂടെ. അതുപോലെ തന്നെ ആ ഹോസ്റ്റൽ നടത്തിയിരുന്നത് പാക് ഏജന്റുമാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി 2 ദിവസം അവിടെ കൊടിയ പീഡനത്തിന് ഇരയായപ്പോഴും അവര് മനഃപൂർവ്വം അങ്ങോട്ട് അതാണ് അതിനകത്ത് വലിയൊരു ആസൂത്രിത ഗൂഢാലോചനയുടെ ഫലമാണിത്. ഇത് നിസ്സാര സംഭവമല്ല. ഈ പെൺകുട്ടി ഇവിടുന്ന് പഠിക്കാൻ പോയത് മുതൽ, ഇത്തരം പെൺകുട്ടികൾ ഇവിടുന്ന് പഠിക്കാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പോകുന്നത് മുതൽ ഈ ഗൂഢാലോചന ആരംഭിക്കുകയാണ്. അങ്ങനെ കുട്ടികളെ അങ്ങനെ വലവീശി പിടിക്കുന്ന ഒരു റാക്കറ്റ് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും അവർ മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അവരെ ആരോപിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി, ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി, ആ ഏജൻസിക്ക് മുസ്ലിം ലീഗ് നേതാവ് പണക്കാട് തങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരാളിൻ്റെ ഏജൻസിയാണത്. മാത്രമല്ല, അവർ പരസ്യം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ തന്നെ വിവിധ പരസ്യങ്ങളുണ്ട്. സാധാരണ നിലയ്ക്ക് തെക്കൻ ജില്ലകളിൽ വരുന്ന പരസ്യമല്ല നമ്മുടെ വടക്കൻ ജില്ലകളിൽ വരുന്നത്. വടക്കൻ ജില്ലകളിലെ പരസ്യത്തിൽ പറയുന്നത് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠനം. അങ്ങനെയാണ് മലപ്പുറത്ത് പെരിന്തൽമണ്ണക്കാരനായ ഈ സദറുൽ അനം അങ്ങോട്ട് പോയത് ആ പരസ്യം കണ്ടിട്ടാണ്. ഇവിടെ ഈ തെക്കൻ ജില്ലകളിൽ വരുന്ന പരസ്യം ഉസ്ബെക്കിസ്ഥാനിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ MBBS പഠനം, അതിന് മറ്റേ എൻട്രൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇന്ന ഉറപ്പില് ഇന്ന ഇത് മുസ്ലിം അധിഷ്ഠിതമായ MBBS പഠനം സാധ്യമാക്കാൻ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥമായി MBBS പഠനം പൂർത്തിയാക്കാം എന്ന് പറഞ്ഞ് വടക്കൻ ജില്ലകളിൽ പരസ്യം നടത്തുന്ന അതേ കൂട്ടർ മറ്റൊരു പേരിൽ തെക്കൻ ജില്ലകളിൽ പരസ്യം നടത്തുകയാണ്. അവിടെ ഇതൊന്നുമില്ല. അപ്പോൾ തെക്കൻ ജില്ലകളിൽ നിന്ന് കൂടുതലും പോയിരിക്കുന്നത് പെൺകുട്ടികളാണ്, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളാണ്. അപ്പോൾ ഇതിനകത്തൊരു കൃത്യമായ മതം മാറ്റ അജണ്ട ഉണ്ടെന്ന് വ്യക്തമാണ്.
ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് നമ്മുടെ കേരള പോലീസ്, മാത്രമല്ല കേരള പോലീസ് എങ്ങനെ ഈ കേസ് അന്വേഷിക്കും? ഈ കേസ് അന്വേഷിക്കാൻ ഇവിടെ വെച്ച് നടന്ന ഒരു ക്രൈമാണെങ്കിൽ അന്വേഷിക്കാം. വിദേശത്ത് നടന്ന ഒരു ക്രൈമിൽ ഒരു ഇന്ത്യക്കാരി മലയാളി പെൺകുട്ടി കൊല്ലപ്പെടുകയും മറ്റു ഒരു ഇന്ത്യക്കാരനായ ഒരു മലയാളി യുവാവ് പ്രതിയാകുകയും ചെയ്തിരിക്കുന്ന കേസ് ക്രൈംബ്രാഞ്ച് എങ്ങനെ അന്വേഷിക്കും? ഇവർക്ക് ഉസ്ബെക്കിസ്ഥാനിൽ പോയി ഇത് അന്വേഷിക്കാനുള്ള അനുമതി കിട്ടും? ഇല്ല. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി വേണമല്ലോ. ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട്, അതിൽ ശരീരത്തിലുണ്ടായിരിക്കുന്ന മുറിവുകൾ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് ഇയാളാണ് ഈ കുട്ടിയെ, സാവരിയെ കൊലപ്പെടുത്തിയത് ഈ സദറുൽ അനമാണെന്ന് അവർ സർട്ടിഫൈ ചെയ്യുന്ന അവിടുത്തെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, ഈ ഡോക്യുമെന്റ് കിട്ടും, അതാണ് ശാസ്ത്രീയ തെളിവ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊലപാതകി ഇയാളാണ്. ഇയാളെ ഡിപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം ഇവിടെ ചെയ്തതിൽ ഇന്ന എന്ന് പറഞ്ഞ് കോടതിക്ക് മുമ്പാകെ പ്ലീ ചെയ്താൽ അങ്ങനെ മാത്രമേ അങ്ങനെ സംഭവിക്കും എന്ന് രാജേഷ് കരുതുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഈ മാതാപിതാക്കൾ സമ്പന്നരാണ്, ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ, നമുക്കറിയാമല്ലോ ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ കേസിൽ പെടുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബ്ലഡ് മണി കളക്ട് ചെയ്യാനും മറ്റും കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് സാധിക്കുന്നുണ്ട്. എത്ര സംഭവങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ടുണ്ട്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ബ്ലഡ് മണി ദിയ എന്നൊരു സംവിധാനം നിലവിലില്ല. അങ്ങനെ ഒരു ആശയമേ അവിടെ പോയി പറയണ്ട. കാരണം ഇപ്പൊ പറയുന്നത് ശരീഅത്ത് നിയമപ്രകാരം കുറ്റവാളികൾക്ക് പണം നൽകി മാപ്പ് നൽകുന്ന രീതി, പണം വാങ്ങി കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകുന്ന രീതി അവിടെ നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അവിടെ നിയമം കർശനമാണ്. ക്രിമിനൽ നിയമപ്രകാരം ക്രിമിനൽ കോഡ് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ എന്നാണ് പറയുന്നത്. കൊലപാതകം ഗുരുതരമായ കുറ്റമാണ്. അതായത് കൊലപാതകിക്ക് 10 മുതൽ 15 വർഷം വരെ തടവ്, അല്ലെങ്കിൽ കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ച് 20 വർഷം വരെ ആകാം. പിന്നെ അവിടെ വധശിക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രതി അവിടെ കുറഞ്ഞത് 20 വർഷം അവിടെ ജയിലിൽ കഴിയേണ്ടി വരും. പിന്നെ ഈ കൊല്ലപ്പെട്ട കുടുംബത്തിന് പ്രതികളിൽ നിന്നും അവരുമായിട്ട് നേരിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി, അതായത് ഏത് കുടുംബമാണോ ഏത് കുട്ടീനെ കൊല്ലപ്പെട്ട ആ കുട്ടിയുടെ ഫാമിലിക്ക് കേസ് ഒത്തുതീർപ്പാക്കാനോ പ്രതിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനോ അവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. ഇന്ത്യയിലെ പോലെ. അതെ, പക്ഷെ എന്തായാലും ഇവിടെ സാവരിയുടെ കുടുംബം അതിന് പോകില്ല. പക്ഷെ ആരെങ്കിലും സമ്മതം ചെലുത്തിയാൽ, നമ്മള് നേരത്തെ സംശയിച്ചതുപോലെ ബ്ലഡ് മണിയുടെ കാര്യം അവിടെ വരുന്നില്ല, ക്ലിയർ ആയി. അവിടെ അത് ക്ലിയർ ആയി. പിന്നെ ഇനി 20 വർഷം അവിടെ കിടക്കും. പക്ഷെ ഇയാള് കുറ്റവാളിയാണെന്ന് അവിടെ തെളിയിക്കണം. അവിടെ ഓൺ ദി സ്പോട്ട് അറസ്റ്റ് ചെയ്തല്ലോ. അറസ്റ്റൊക്കെ ചെയ്തു. ഞാൻ പറയണ വിചാരണ കൂടി നടന്ന് ഇയാളെ ശിക്ഷ വിധിച്ചാൽ മാത്രമേ ഈ പറയുന്ന രീതിക്ക് അവിടെ വധശിക്ഷ അല്ലെ കൊലപാതകം ആ രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമായി കണക്കാക്കുന്ന രാജ്യം. പക്ഷെ വധശിക്ഷ ഇന്ത്യ പോലെ ഒരു ഏതാണ്ടൊരു മതേതര രാഷ്ട്രമാണെന്നാണ് പറയുന്നത്. പക്ഷെ വധശിക്ഷ ഇല്ല. ശരീഅത്ത് നിയമത്തിന്റെ ഈ ഒരു ഭാഗമേ അവിടെ ആപ്ലിക്കബിൾ അല്ല, ഈ ബ്ലഡ് മണി ദിയ. പിന്നെ അങ്ങനെയാണെങ്കിൽ 15 മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷ. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഇങ്ങോട്ട് തിരിച്ച് ഡിപ്പോർട്ട് ചെയ്യണം. ഞാൻ സമ്മതിച്ചു. കേവലം ഒരു സദറുൽ അനം ശിക്ഷിക്കപ്പെട്ടാൽ മാത്രം തീരുന്നതാണോ? അല്ല, ഇതിന്റെ പുറകിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഇതിന്റെ പുറകിൽ വലിയ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഈ കുട്ടിയുടെ ബന്ധുക്കളും ഹിന്ദു സംഘടനകളും ഒരുപോലെ ആവശ്യപ്പെട്ടത്. എന്തായാലും ആ കാര്യത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയൊക്കെ വേണം. അത് അവിടെയാണ് ഇത് BJPയുടെ MP, പ്രധാനമന്ത്രി ശുപാർശ ചെയ്ത് MP ആയ സദാനന്ദൻ മാസ്റ്റർ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. കാരണം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടാണ്, ആ കത്തിൻ്റെ കോപ്പിയൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ ഇങ്ങനെ ഒരു മതം മാറ്റ മാഫിയ ഇതിൻ്റെ പുറകിലുണ്ടെന്നും ഒരു വലിയ റാക്കറ്റാണെന്നും ഇത് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുള്ളതാണെന്നും ഇത് ഇവിടെ ഈ കോളേജുകളിൽ ഇപ്പോൾ പഴയതുപോലെ ലവ് ജിഹാദ് നടക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ആൾക്കാർ വളരെ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രേമത്തിൽ അകപ്പെട്ടാലും പെൺകുട്ടികൾ മതം മാറാൻ തയ്യാറാകില്ല. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ ഇതിൻ്റെ അളവ് കുറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച്
നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. അല്ല, ആ രീതിയിലുള്ള ഒരു വലിയ കുൽസിത ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് സദാനന്ദൻ മാസ്റ്റർ കത്തിൽ പറയുന്നത്. സദാനന്ദൻ മാസ്റ്ററുടെ അദ്ദേഹം ശരിക്കും കേന്ദ്രത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്, പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഏജൻസി വടക്കൻ കേരളത്തിൽ ഒരു തരത്തിലുള്ള പരസ്യം, അതായത് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠനം. അതെ, അപ്പം അങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും ഒരു ഇസ്ലാമിക ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളെ ഇവർ ആകർഷിക്കുന്നു. ഇവിടെ അവർ ന്യൂട്രലായിട്ട് മറ്റൊരു പ്രോപ്പഗണ്ട പറയുന്നു, നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായ ഇടം അവിടെ. അപ്പം ഇത് കണ്ട് ആകർഷകരായി നമ്മുടെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ അങ്ങോട്ട് പോകുന്നു. അവിടുന്ന് ഈ കേരളത്തിൽ നിന്നുള്ള ഈ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൺകുട്ടികൾ അങ്ങോട്ട് പോകുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ വടക്കൻ കേരളത്തിൽ ഇങ്ങനെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. അത് ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറയും. അതായത് അവിടെ ചെന്നാൽ എന്തൊക്കെ ചെയ്യണം, എമിഗ്രേഷൻ എങ്ങനെയാണ്, നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് റൂൾ ഓഫ് ദി ലാൻഡ് ഉസ്ബെക്കിസ്ഥാനിലെ, എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകണം. പക്ഷേ അത് ഇവിടുത്തെ കുട്ടികൾക്കുമുണ്ട്. അവിടെ അവരെടുക്കുന്ന ക്ലാസ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെ മതപരിവർത്തനം ചെയ്യാം, അതാണ് മെയിൻ സെഷൻ. അപ്പോൾ ഈ ഒരു ബക്കറ്റ് ഓഫ് കുട്ടികളെ, അതെ, ഈ കുട്ടികളെ ഇവിടുന്ന് അങ്ങോട്ട് അവർ ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്തിക്കുന്നു, അവരവിടെ ബാക്കി പണി ചെയ്യുന്നു, അവരാൽ കഴിയുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ രാജേഷ് ജി നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് തങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ് ഈ റിക്രൂട്ടിംഗ് ഏജൻസി നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസന്വേഷണത്തിൽ കാര്യമായ ഇടപെടലുകൾ കേരള സർക്കാരോ കേരള പോലീസോ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് മുതലെടുപ്പ് നടക്കുന്നുണ്ട്. ഇത് പണക്കാട് തങ്ങളുടെ പേരൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് മലപ്പുറംകാരനാണെങ്കിൽ ഞാൻ തങ്ങളുടെ അടുത്ത ആള് അതൊക്കെ അന്വേഷിക്കട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഒരാളെ കുറ്റപ്പെടുത്താനല്ല. പക്ഷെ ഇവിടെ മറ്റൊരു വിഷയം, അതുപോലെ തന്നെ അവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ഈ ഹോസ്റ്റൽ നടത്തുന്നതും ഈ സർവകലാശാലയുമായിട്ട് ബന്ധമുള്ളതും പാക് ഏജന്റുകളാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ അത് വളരെ ദുരൂഹമാണ്. ഈ നമ്മുടെ രാജ്യ പട്ടികയിലില്ലാത്ത എന്നാൽ ശത്രുരാഷ്ട്രമായിട്ട് കരുതുന്ന പാകിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനിൽ ഇങ്ങനൊരു MBBS കോഴ്സ് നടക്കുന്ന സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജിൽ എന്തിനാണ് ഈ ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്താൻ പാകിസ്ഥാനികൾ വരുന്നത്? എന്തിനാണ് അവിടെ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ പാകിസ്ഥാൻ്റെ ഏജൻറ്റുമാർ കുട്ടികളെയും കൊണ്ട് വരുന്നത്? ഇതൊക്കെ വളരെ ദുരൂഹമാണ്. അതുകൊണ്ട് സദാനന്ദ മാസ്റ്ററുടെ ആവശ്യം വളരെ കൃത്യമാണ്. ഈ അന്വേഷണം കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കണം. അവിടെ കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ കേരള ഹൈക്കോടതി നിർദ്ദേശിക്കണം, സുപ്രീം കോടതി നിർദ്ദേശിച്ചാലും മതി. അവിടെ കേന്ദ്രത്തിന് നേരിട്ട് CBI അന്വേഷണത്തിലേക്ക് വിടാൻ ചില പരിമിതികളുണ്ട്. എങ്കിലും CBI അന്വേഷണത്തിന് സാധ്യതയുണ്ട്. പക്ഷെ അതിനേക്കാളും എല്ലാം എളുപ്പത്തിൽ NIA അന്വേഷണത്തിന് സാധ്യത കൽപ്പിക്കാം. കാരണം NIAക്ക് സ്വമേധയാ കേസെടുക്കാം, ആരുടെയും ശുപാർശ വേണ്ട, വിദേശത്ത് അന്വേഷണം നടത്താം, വിദേശത്ത് ഈ പറയുന്നത് പോലെ കുറ്റവാളികളെ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാം. ഇതൊക്കെ NIAക്കും ചെയ്യാവുന്ന കാര്യമാണ്. ദേശീയ അന്വേഷണ ഏജൻസിയാണത്. അതുകൊണ്ട് തന്നെ ഈ സദാനന്ദൻ മാസ്റ്ററുടെ ആവശ്യം ഒരു CBI അന്വേഷണത്തിലേക്ക് പോകുന്നതിനേക്കാളും NIA അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അമിത്ഷാ എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കാണ് നിവേദനം കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം നേരിട്ട് കണ്ട ആഭ്യന്തരമന്ത്രിയോട് ഈ കാര്യം അഭ്യർത്ഥിക്കും, സഹായം തേടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച്. ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും സദാനന്ദ മാസ്റ്ററെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും വാർത്തകളിൽ പറയുന്നില്ല. അവസാനത്തെ പിടിവള്ളിയാണ്. അവസാനത്തെ ഒരു ശ്രമം. മുമ്പ് നമുക്കറിയാമല്ലോ, ചെന്നൈയിൽ IITയിൽ ഒരു പെൺകുട്ടി മരിച്ചു, ആത്മഹത്യ ചെയ്തതാണ്. അവിടുത്തെ അധ്യാപകരുടെ പീഡനം മൂലമാണ്. അതൊരു മുസ്ലിം പെൺകുട്ടിയാണ്, കൊല്ലത്തുള്ള. ആ കേസ് കുട്ടിയുടെ അച്ഛൻ നേരിട്ട് കണ്ട്, അമിത്ഷായെ കണ്ട്, ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ട്. കുട്ടി വളരെ ബ്രില്യൻ്റ് ആണെന്ന് വെച്ചാൽ എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ച് എല്ലാ പരീക്ഷയിലും ഒന്നാമതായിട്ട് പാസ്സായ ഒരു കുട്ടി അധ്യാപകരുടെ പീഡനം മൂലം, അധ്യാപകരുടെ ചില ഇടപെടലുകൾ മൂലം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് കേസ്. അപ്പോൾ കേരള സർക്കാരും ഒക്കെ ഈ വിഷയത്തിൽ വലുതായിട്ട് ഇവിടെ പിണറായി ഭരിക്കുന്നു, അവിടെ സ്റ്റാലിൻ ഭരിക്കുന്നു. പക്ഷെ ഒരു ചുക്കും നടന്നില്ല. നടന്നത് ഈ അന്വേഷണം, ഈ അച്ഛൻ ചെന്ന് നേരിട്ട് ഇദ്ദേഹത്തിനോട്, അമിത്ഷായോട് കാര്യം പറയുന്നു,
നിവേദനം കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നേരിട്ട് അമിത്ഷാ അതിൽ ഇടപെടുകയും വളരെ പെട്ടെന്ന് തന്നെ CBI അന്വേഷണം ഉത്തരവാകുകയും ചെയ്തു. അപ്പോൾ ഇതും അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും വേണമെങ്കിൽ ഈ കേസിലും ഈ നീക്കുപോക്കുകളെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് തടസ്സങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ തീരുമാനമെടുക്കാൻ സാധിക്കും. അതിനും സംസ്ഥാന സർക്കാരിന്റെ ഒരു പിന്തുണ വേണം, ഒരു സപ്പോർട്ട് വേണം. ധാർമ്മികമായ പിന്തുണയോ സംസ്ഥാന സർക്കാരിന്റെ അല്ലാതെയുള്ള പിന്തുണയോ ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഞാൻ അവിടെയാണ് പിണറായി വിജയൻ എന്ന ആ ഒരു മുഖ്യമന്ത്രി ഓഫീസിനെ ഞാൻ ഒരു മാർക്ക് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ മലയാളി ഒരു പ്രവാസി, അവരുടെ കൺസെപ്റ്റിൽ അത് പ്രവാസിയാണ്. വിദേശത്ത് വെച്ച് മരിക്കുന്ന ആരായാലും ഒരു മലയാളി വിദേശത്ത് മരിച്ചാൽ അതിൽ അനുശോചനം രേഖപ്പെടുത്താനെങ്കിലും ഔദ്യോഗികമായിട്ട് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് ഔദ്യോഗികമായ അനുശോചനം നൽകാറുണ്ട്. ഇന്ന ആൾ മരിച്ചതിൽ ഞാൻ അനുശോചിക്കുന്നു, ഒരു 4 വരി. ഇവിടെ അതുപോലും ഉണ്ടായിട്ടില്ല. അത് സർക്കാരിൻ്റെ ഞാൻ പറഞ്ഞ പ്രാഥമിക പരിഗണനയാണ്. മരിച്ചതായിട്ട് സംസ്ഥാന സർക്കാർ അല്ല, അവിടെ ആകെ ഉണ്ടായത് ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, ഹരിപ്പാട് MLA കൂടിയായ രമേശ് ചെന്നിത്തല വീട്ടിൽ പോവുകയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. വേണ്ട നടപടിയൊക്കെ സ്വീകരിക്കാമെന്ന് അവർക്ക് വാക്കാൽ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് അതൊന്നും ഇവിടെ വീട്ടുകാർ പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല. പക്ഷെ നമുക്ക് അതിനകത്ത് പറയാൻ കഴിയുന്ന കാര്യം, ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ഒരു ഇടപെടൽ നടത്താം, കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാം. ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതല്ല, തീർച്ചയായിട്ടും നിങ്ങളിതിൽ ഇടപെടണം, ഒരു കേന്ദ്ര ഏജൻസി വിഷയം അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു കത്തെങ്കിലും കൊടുത്താൽ മതി. അങ്ങനെ ഒരു പിന്തുണ ഈ കാര്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കുറെ കൂടി വേഗത്തിൽ പ്രവർത്തിക്കാം. ബിജെപിയുടെ ആലപ്പുഴ ജില്ലാ ഘടകമൊക്കെ വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ശശികല ടീച്ചർ നിരന്തരം ഇത് സംബന്ധിച്ച് ഉള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. അതും ഈ കുട്ടിക്ക് നീതി കിട്ടാൻ അനുകൂലമായൊരു ഘടകമാണ് എന്നാണ് നമ്മുടെ മറ്റു കുട്ടികളും അവിടെ ഉണ്ട്, അത് ഓർക്കണം. മറ്റ് ഇന്ത്യക്കാരായ മറ്റ് പെൺകുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ ഭാവിയും അപ്പോൾ തീർച്ചയായിട്ടും അത് അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വമെങ്കിലും സംസ്ഥാന സർക്കാർ കാണിക്കണം. അല്ലാത്ത പക്ഷം ഇത് വലിയ അപകടത്തിലാണ് നമ്മുടെ കുട്ടികൾ ചെന്ന് ചാടിയിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും നമ്മളോട് ശത്രുതയും വെറുപ്പുമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ ഇതിനകത്തുണ്ടാകുന്നു. പാകിസ്ഥാൻ ഏജന്റുമാർ ഇതിലൊക്കെ ഇടപെടുന്നു എന്നുള്ള വിവരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശങ്കയുണ്ട് ഈ കാര്യത്തിൽ. നമ്മുടെ കുട്ടികളെ നമ്മൾ പാകിസ്ഥാന് എറിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ സർക്കാർ ചിന്തിക്കേണ്ടതാണ്, കേന്ദ്ര സർക്കാർ ചിന്തിക്കേണ്ടതാണ്. പഠിക്കാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പഠിക്കാൻ MBBS പഠിക്കാനാണ് പോയത്. അവിടെ പോയത് മദ്രസ പഠനത്തിനോ മതപഠനത്തിനോ അല്ല. അപ്പോൾ MBBS പഠനത്തിന് പോയ കുട്ടികൾക്ക് ഇങ്ങനെ ദാരുണമായ അനുഭവം ഉണ്ടാകുന്നത് ഒരു കാലത്തും ക്ഷമിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സദാനന്ദ മാസ്റ്ററുടെ നിവേദനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ NIA അന്വേഷണം ഈ കാര്യത്തിൽ ആ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിടണം. മാത്രമല്ല എംബസി വഴി വളരെ കൃത്യമായിട്ട് അതിനു വേണ്ടുന്ന നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുകയും വേണം.